ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മണി എല്ലാവർക്കും മുന്നിൽ വെട്ടുകത്തി എടുത്തിരിക്കുകയാണ് കേട്ടോ. വെട്ടുകത്തി എടുത്ത് ഇന്ദ്രജയുടെയും വേദയുടെയും വിജയുടെയൊക്കെ നേർക്ക് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയമാണെങ്കിലോ സൂര്യൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ആതിര ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് കേട്ടോ. മണി ഇങ്ങനെ ചെയ്യുന്നു, മണിയുടെ മേൽ ഭദ്രകാളി കയറിയിരിക്കുന്നു, എന്താ ഇത് എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും മണി പറയണേ, ഇവിടെ ഇത് കഴിക്കണോ, ഇതിവിടെ കയറ്റാൻ പാടില്ലെന്നറിയില്ല, അശുദ്ധമാണ്, ഞാനിവിടെ ഉള്ളപ്പോൾ ഇതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് മണി അടിപൊളിയായി അഭിനയിച്ച് ആ ഒരു ടേബിളിലിരിക്കുന്ന ഫുഡെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇവരുടെ നേർക്കങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവർ ഓട്ടമോടുകയാണ്. പിന്നീട് മണി ആ ടേബിളിൽ അങ്ങ് കമിഴ്ന്നടിച്ച് കിടക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെയാണ് സൂര്യ വരുന്നത്. സൂര്യ പതിവ് പോലെ പ്രസാദമൊക്കെ ആയി അമ്പലത്തിൽ നിന്ന് പോയ ആ പ്രസാദമൊക്കെ ആയി നന്ദിനിയുടെ അരികിലോട്ട് വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച മണി അവിടെ കിടക്കുന്നതായിരിക്കും കേട്ടോ. മണിയെ കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ, മണി നീ എന്താ ഈ ടേബിളിൽ കിടക്കുന്നത്? അയ്യോ സാറേ, എല്ലാവരും പോയോ? ആ പോയി. അതെ സാറേ, ഇവിടെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതൊക്കെ എന്താ നിലത്ത് കിടക്കുന്നത്? അതെ, ഇവിടെ നന്ദിനി കുഞ്ഞിന് തീരെ സുഖമില്ല, അതിന് ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അത് കിടന്ന് കരയുകയാണ്. ആ സമയം സാറിൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അനിയത്തിയും ഏട്ടത്തിയും ഒക്കെ ഇങ്ങോട്ടേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് ഇവിടെ കഴിക്കാനുള്ള ആ ഒരു പരിപാടിയായിരുന്നു. പക്ഷേ സാറേ, ഇവിടെ ആരുമില്ല തടയാൻ, ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല. പിന്നീടാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത്, ഭദ്രകാളി എൻ്റെ ദേഹത്ത് കയറി എന്ന് പറഞ്ഞ് അഭിനയിക്കാമെന്ന്. ഞാനതങ്ങ് കിടിലമായി അഭിനയിച്ചു എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ മണിയോട് പറയുന്നത്, സൂപ്പർ, അടിപൊളിയായിട്ട് നീ അത് ചെയ്തത് നന്നായി സാറേ, ഇതിൻ്റെ പേര് ഒന്നും വരില്ല. അവരത് കഴിച്ചില്ലല്ലോ? ഇല്ല സാറേ, കഴിക്കാൻ ഞാൻ അനുവദിച്ചില്ല എന്നും പറയും കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുന്ന സൂര്യക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം നന്ദിനിയോട് ചെന്ന് ഇതൊക്കെ ആതിര പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഈ പറയുന്നത്, സത്യമാണോ? അതെ സത്യം. ഇങ്ങനെ അവിടെ സംഭവിക്കുന്നു. അയ്യോ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ മണിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ പത്മാമ്മയുടെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് വലിയൊരു തിരിച്ചടിയാവും എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ അതിൽ പറയണത്, ഇത് അവൻ ചെയ്യേണ്ട നിർബന്ധമാണ്, ഈ വീട്ടിൽ നിനക്ക് ചിക്കൻ ബോക്സ് ആണ്, ആ സമയം ഇങ്ങനത്തെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവന്നാൽ അത് കൂടുതൽ നിന്നെ അസുഖങ്ങൾ ഉണ്ടാക്കുകയല്ലേ ഉള്ളൂ. വറവിടൽ, അതുപോലെ ഇങ്ങനെയുള്ള മത്സ്യമാംസങ്ങൾ ഇതൊന്നും ഉള്ള സ്ഥലത്ത് ഇതൊന്നും കയറ്റാൻ പാടില്ലെന്ന് അറിയാവുന്നതും അവരത് ചെയ്യുന്നത് എന്താ? അവർക്കൊക്കെ ഈ അസുഖം വന്നിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനി പറയണേ, എനിക്ക് വേണ്ടി ആരും ഒന്നും ഒഴിവാക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി, നിനക്കിപ്പോൾ അസുഖം എങ്ങനെയുണ്ട്? എനിക്ക് തീരെ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, എന്നാൽ നീ ഇവിടെ കിടക്കരുത്, കാരണം നിനക്കൊരു കാപ്പി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് പോകുമ്പോഴാണ് സൂര്യ കടന്നു വരുന്നത് കേട്ടോ. അങ്ങനെ സൂര്യയാണെങ്കിലോ കയ്യിൽ പ്രസാദമൊക്കെ വരുന്നത് കണ്ട് നന്ദിനി ചോദിക്കുക, ഇത് എവിടുന്നാ, ഇത് ഏത് അമ്പലത്തിലാണ് പോയത്? എടോ, ഞാൻ അവിടെ തൊട്ടടുത്തുള്ള ഒരു ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും, അച്ഛൻ തന്നതാണോ പ്രസാദം? യതീന്ദ്ര സാറ് തന്നതാണോ? യതീന്ദ്ര സാറാണോ അമ്പലത്തിലോട്ട് പോയത്? അത് കേട്ട ഉടനെ തന്നെ സൂര്യ പറയുന്നത്, അല്ല ഞാനാണ്. എന്താ സൂര്യ സാർ ഈ പറയുന്നത്? സൂര്യ സാറാണെന്നോ? അതെ, ഞാനാണ് അമ്പലത്തിൽ പോയത്. എങ്ങനെ സൂര്യ സാറിന് പോവാൻ കഴിഞ്ഞു? ആരാ പറഞ്ഞത് സൂര്യ സാറിനോട്? എന്തോ തനിക്ക് വയ്യാതായപ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സിന് അസ്വസ്ഥത, അപ്പോൾ എനിക്ക് പോകണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ പോയി. തൻ്റെ പേരും നാളും ഒന്നും അറിഞ്ഞില്ല, എനിക്കറിയത്തുമില്ല. പക്ഷേ ഞാൻ ഭഗവാന്റെ പേരിൽ കാര്യങ്ങളൊക്കെ നടത്തി, ഇതാ അതിൻ്റെ പ്രസാദം എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ നന്ദിനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. തനിക്ക് വേണ്ടി സൂര്യ കിടന്ന് പെടാപ്പാട് വിടുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെ, വല്ലാത്തൊരു ആനന്ദം തന്നെ മനസ്സിന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനിക്ക് വേണ്ടി സൂര്യ അത്രയും വലിയൊരു ത്യാഗം ചെയ്തപ്പോൾ നന്ദിനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് വിജയും ഇന്ദ്രജ ഇവരെല്ലാവരും ഇരുന്ന് ടെൻഷൻ അടിക്കുകയാണ്. അയ്യോ, നല്ലൊരു ബർഗറോ അതുപോലെ തന്നെ ആ ഒരു ബ്രോസ്റ്റഡൊക്കെ അവൻ തട്ടിത്തെറിപ്പിച്ചു. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അവന് ഭദ്രകാളി കയറിയതാണോ? എന്നിട്ട് വേദ പറയണത്, ഞാനിത് ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ ഭദ്രകാളി ദേഹത്ത് കയറുന്നത്, പക്ഷെ ഇങ്ങനെയൊക്കെ നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. ആ വെട്ടുകത്തി കൊണ്ട് നമ്മുടെ നേർക്കങ്ങ് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്താ അവസ്ഥ? അപ്പോൾ ഇന്ദ്രജ പറയുന്നത് ശരിയാണ്, അപ്പോൾ വിജയ് പറയുന്നത് ശരിയാണ്, എനിക്ക്
പേടിയാവുന്നു. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിന് എനിക്ക് തന്നെ ഒരു പേടി തോന്നി. എനിക്ക് അവൻ്റെ അരികിലോട്ട് പോകാൻ തോന്നിയില്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ സമയം വിജയ് പറയണമെങ്കിൽ ഞാനത് കൊതിച്ചതായിരുന്നു ആ ഭക്ഷണം കഴിക്കാൻ. ഇന്നത്തെ ഭക്ഷണം ഫുള്ള് പോക്കാണ്, ഇനി എന്താ കഴിക്കുക. അപ്പോൾ വേദ പറയണേ വിശന്നിട്ട് നിൽക്കാനും വയ്യ, ഇനി എന്ത് ചെയ്യും, എന്ത് നമ്മൾ കഴിക്കും എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം ഒരേ ഒരു വഴിയുള്ളൂ, നമുക്ക് അമ്മക്ക് വിളിക്കാമെന്ന് പറയണേ. അങ്ങനെ ഇന്ദ്രജ പത്മയ്ക്ക് വിളിക്കുകയാണ്. അപ്പോൾ പത്മയോട് ചോദിക്കുകയാണ്, ഇന്ദ്രജ അമ്മ എവിടെയാണ്, ഞങ്ങൾക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യ എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ട ഉടനെ വിശക്കുന്നതിന് വീട്ടിൽ ഭക്ഷണമില്ല അമ്മ, ഈ വീട്ടിൽ ഒന്നും തന്നെ ഇല്ല, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. രാവിലെയാണെങ്കിൽ താളിക്കാത്ത കറി വെച്ചെന്ന് അതും കഴിക്കാൻ പറ്റിയില്ല, അതിലോട്ട് പല്ലി വീണു, അതിന് വേറെ ഭക്ഷണമില്ലേ അതും കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ ഫുഡ് പുറത്ത് നിന്ന് ഓർഡർ ചെയ്തു. പക്ഷേ ഇവിടുത്തെ വേലക്കാരടക്കം ഇപ്പോൾ ഞങ്ങളുടെ നേർക്കെടുക്കുകയാണ്. അയാളുടെ ദേഹത്ത് ഭദ്രകാളി കയറി എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഭക്ഷണങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചു. യഥാർത്ഥത്തിൽ കയറിയതാണോ അതോ ഇനി അഭിനയിച്ചതാണോ ഒന്നും അറിയില്ല അമ്മേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള ആ വാക്കുകളൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കേട്ട ഉടനെ തന്നെ പത്മ പറയുന്നത്, ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്കുള്ള മട്ടൻ ബിരിയാണി വാങ്ങിച്ചാണ് അങ്ങോട്ടേക്ക് വരുന്നത്, ഇത് നിങ്ങൾ ആ മണിയോട് ചെന്ന് പറഞ്ഞേക്ക്. ഇനി അവൻ്റെ ദേഹത്ത് ഭദ്രകാളി കയറുന്നുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മട്ടൻ ബിരിയാണി വാങ്ങി അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ വേദ പറയണേ, അമ്മ എന്തായാലും നമുക്ക് വേണ്ടി മട്ടൻ ബിരിയാണി വാങ്ങിയിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൻ്റെ ദേഹത്ത് ആകെ കയറിക്കഴിഞ്ഞാൽ ആ ബ്രോസ്റ്റഡ് ചിക്കൻ കളഞ്ഞതുപോലെ ഇനി ഇതും കളയുമോ. അത് കേട്ട ഉടനെ അതൊന്നും കളയത്തില്ല, അതിനൊക്കെ അമ്മ തടുക്കാൻ കഴിയും. അപ്പോൾ വിജയ് പറയുന്നത് ശരിയാണ്, ഇവിടെ വലിയ മേടമാണ് എത്തുന്നല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു പേടി ഉണ്ടാകുമെന്ന് പറയും കേട്ടോ. പിന്നീട് ഇവർ താഴോട്ട് ചെല്ലണം. അപ്പോൾ പത്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമ്പോഴേക്കും പ്ലേറ്റൊക്കെ എടുത്തു വെച്ചോളൂ, നമുക്ക് വന്ന പാട് കഴിക്കാമെന്ന് പത്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം താഴോട്ട് ചെന്നിട്ട് മണിയെ വിളിക്കുകയാണ്. അപ്പോൾ മണിയാണെങ്കിലോ എന്താ മേഡം, അല്ല തൻ്റെ അടുത്ത് അടുക്കാൻ പറ്റുമോ എന്ന് വേദ ചോദിക്കുക. അതെന്താ മേഡം അങ്ങനെ ചോദിക്കുക, അല്ല നേരത്തെ നിനക്ക് ഭദ്രകാളി കയറിയല്ലോ, ഇപ്പോൾ ഭദ്രകാളി പോയോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ഉടനെ മണി അഭിനയിക്കുക, ഭദ്രകാളി കയറിയെന്നോ, എന്താ നിങ്ങൾ പറയുന്നത്, ഓ തനിക്കൊന്നും ഓർമ്മയില്ലല്ലേ, ഓർമ്മയില്ലാത്തതായി സത്യത്തിൽ നിൻ്റെ ദേഹത്ത് ഭദ്രകാളി കയറിയതാണോ അതോ നീ കയറ്റിച്ചതാണോ. അപ്പോൾ വിജയിനോട് ചോദിക്കുകയാണ്, എന്താ സാർ അങ്ങനെ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, നീ ഞങ്ങൾ പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ നിനക്ക് എന്താ ഉണ്ടായത്. അതാ സാറേ എനിക്കറിയില്ല, ഞാൻ കിച്ചണിലോട്ട് പ്ലേറ്റ് എടുക്കാൻ പോയതാണ്, പിന്നീട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല, എനിക്കൊരുമാതിരി പരവേശം പോലെ തോന്നി, പിന്നീട് എന്തുണ്ടായി എന്ന് എനിക്കറിയില്ല. കണ്ണ് തുറന്നെടുക്കുമ്പോൾ ഇവിടെ ഭക്ഷണങ്ങളെല്ലാം താഴത്ത് കിടക്കുന്നു, ഞാനതെല്ലാം അടിച്ച് വൃത്തിയാക്കി പുറത്ത് കൊണ്ടുപോയിട്ടു. അല്ല നിങ്ങൾ ആരെങ്കിലും എറിഞ്ഞതാണോ. വേണ്ട വേണ്ട, നിൻ്റെ അഭിനയം മതി, എന്തായാലും നീ ഭദ്രകാളി കയറി നന്നായി അഭിനയിച്ചു, എന്തായാലും ഇനിയിപ്പോൾ മട്ടൻ ബിരിയാണിയാണ് ഇവിടെ പത്മ മേഡം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം നിൻ്റെ ദേഹത്ത് മട്ടൻ ബിരിയാണി കൊണ്ടുവരുമ്പോൾ നിൻ്റെ ദേഹത്ത് ഭദ്രകാളി കയറുമെന്നൊന്ന് നോക്കട്ടെ, നിൻ്റെ വലിയ മേഡമാണ് വരുന്നത്. അത് കേൾക്കുന്ന മണീശ്വര, ആ കുഞ്ഞാണെങ്കിലും മുകളിൽ വയ്യാതെ കിടക്കുമ്പോൾ ഇവരിവിടെ മട്ടൻ ബിരിയാണി കഴിക്കാൻ പോകുന്നു, ഈശ്വര ഇതെങ്ങനെ തടയും എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് പത്മ കയറി വരുന്നത്. അപ്പോൾ എന്താ മക്കളെ നിങ്ങളിവിടെ നിൽക്കുന്നത്, ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലേറ്റൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞതല്ലേ. അല്ല ഇവൻ്റെ ദേഹത്തുള്ള ഭദ്രകാളി ഇറങ്ങിയോ എന്ന് ചോദിച്ചതാണ് അമ്മേ മണിയുടെ. അവൻ്റെ ദേഹത്ത് ഒരു ഭദ്രകാളി ഒന്നുമില്ല. എടമണി ഈ ഭക്ഷണമൊക്കെ ഒന്ന് പരത്തി വെച്ച്. അത് കേട്ട ഉടൻ തന്നെ പ്ലേറ്റ് വേദയുമായി വന്നിരിക്കുന്നു. അത് അങ്ങനെ മണിയാണെങ്കിൽ, അല്ല എനിക്ക് ടെറസിന് മുകളിൽ നിന്ന് ഡ്രസ്സ് എടുക്കാനുണ്ട്, ഇപ്പം താൻ ടെറസിന് മുകളിൽ നിന്ന് ഡ്രസ്സ് എടുക്കണ്ട, ഇപ്പം താൻ ഈ ഭക്ഷണമെല്ലാം ഞങ്ങൾക്ക് തട്ടിത്തെറിപ്പിച്ച് നിൻ്റെ കൈകൊണ്ട് തന്നെ വേണം ഈ ഭക്ഷണങ്ങളെല്ലാം വിളമ്പേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണങ്ങളെല്ലാം വിളമ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഭക്ഷണങ്ങളെല്ലാം വിളമ്പിക്കൊടുക്കുമ്പോൾ തനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ ഒരു ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. അങ്ങനെ ഇവരാണെങ്കിലോ ഈ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സൂര്യ വാളുമായി എത്തുകയാണ് കേട്ടോ. അതായത് വെട്ടുകത്തിയുമായി സൂര്യയും മണി കളിച്ച പോലെ ഭദ്രകാളി ഇവിടെ ഓർക്കയിൽ ഇത് കഴിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് വിജയുടെ കഴുത്തിനങ്ങ് കത്തി അങ്ങ് വെക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.